സഞ്ജു എന്നൊരു മനുഷ്യൻ്റെയും ഒരു പ്ലെയറിൻ്റെയും വിജയം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിലും മറന്നു പോകുന്ന വേറൊരാളുണ്ട്. അതായത് നമ്മുടെ റിങ്കു സിംഗ്. അപ്പം നമുക്കറിയാം, ഒരു വലിയ ടൂർണമെൻ്റ് ഇടയ്ക്ക് പുള്ളിക്കുണ്ടായ പേഴ്സണലി ഉണ്ടായ നഷ്ടവും പുള്ളി ആ ഒരു ടൈമിലും പുള്ളി ടീമിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോയി അച്ഛനെ കണ്ടു. അതിന് തിരിച്ച് വന്നപ്പോൾ തന്നെ വീണ്ടും അച്ഛൻ്റെ മരണ വാർത്ത അറിയുന്നു. വീണ്ടും ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകില്ല എന്നറിഞ്ഞിട്ടും തിരിച്ചെത്തുകയും ടീമിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത വ്യക്തി. അപ്പം ടൂർണമെൻ്റ് തുടക്കത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ റിങ്കു സിംഗ് സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നു. അപ്പം തുടർന്നും എല്ലാ കളിയും പുള്ളി കളിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പം അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ടും ടോപ്പിലെ ലെഫ്റ്റ് ഹെവി ഓർഡറിൻ്റെ ആധിക്യമെല്ലാം അവസാനം തീർത്ത് ഫോം ഔട്ടെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ സ്ഥാനം തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പ്ലേയിങ് ഇലവനിൽ നിന്ന് നഷ്ടമാകുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് റിങ്കു. അപ്പം ശരിക്കും പുള്ളിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ഒരു ഗൺ ഫീൽഡർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഗ്രൗണ്ടിൻ്റെ ഏതറ്റത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ബോൾ വരുന്ന ഗ്യാപ്പിൽ നമുക്ക് പുള്ളിയെ കാണാൻ പറ്റും. അതായത് ഈ ഡെത്ത് ഓവറിലൊക്കെ പുള്ളി ഫീൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കോൺഫിഡൻസ് ആണ് ബോളേഴ്സിന് നൽകുന്നത്. അപ്പോൾ അമ്മാതിരി സ്പ്രിൻ്റപ്പും ക്യാച്ചിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, നന്നായിട്ട് തന്നെ ടീമിന് മുതൽക്കൂട്ടാകുന്ന ഒരാൾ. അപ്പം പുള്ളിക്ക് ആകെ വന്നു പോകുന്നത്, കളിച്ച കളിയിൽ ആകെ വന്നു പോകുന്നത് കിട്ടുന്നത് 3 ബോൾ, 4 ബോൾ, 5 ബോൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പം അതിന് അപവാദമായിട്ട് കിട്ടിയ ഒരു ചാൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള കളിയായിരുന്നു. പുള്ളിക്ക് ഇറങ്ങാൻ ചാൻസ് കിട്ടി, അത്യാവശ്യം ബോൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് കളി ഓൾമോസ്റ്റ് കൈവിട്ട് പോയിരുന്നു. പുള്ളിയും അധികം ലാസ്റ്റ് ചെയ്യാണ്ട് ഔട്ടായി പോയി. അപ്പം എന്നിരുന്ന് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു പ്ലേയിങ്ങിനുള്ള സ്ഥാനം പോകാനുള്ള മെയിൻ കാരണം പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, അഭിഷേക് ശർമ്മയുടെ ഒരു ഫോം ഔട്ട് തന്നെയാണ് ഇതിന് കാരണം. ഞാനിപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങുന്ന മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ ലെഫ്റ്റ് ടോപ്പ് ഹെവി ഓർഡർ ഇന്ത്യക്ക് മാരകമായ പരിക്കുകൾ സൃഷ്ടിക്കും എന്നുള്ള രീതിയിൽ. അപ്പം ആദ്യത്തെ കളി USA ആയിട്ട് നമ്മൾ തട്ടിമുട്ടി ജയിച്ചു. ആ ഒരു അവസ്ഥയെ തന്നെ നമ്മൾ കണ്ടതാണ്. അഭിഷേകിൻ്റെ ഓഫ് സ്പിന്നെതിരെയുള്ള എക്സ്പോസ് ആവുന്നതും സ്ലോ ഡെലിവറീസ് കളിക്കാനുള്ള ഒരു വീക്ക്നെസ്സും ഒക്കെ ആയിട്ട്. അപ്പം എന്തിരുന്നു കഴിഞ്ഞാലും ഐ ഫീൽ സാഡ് ഫോർ റിങ്കു സിംഗ്. പക്ഷേ ഞാൻ ഒരിക്കലും സഞ്ജുവിൻ്റെ ഒരു വിജയത്തെ ഇവിടെ കുറച്ച് കാണുമല്ലോ ചെയ്യുന്നത്. റിങ്കുവിന് പകരം സഞ്ജു വന്നത് ഒരു ടാക്ടിക്കൽ ചേഞ്ചും, സഞ്ജു ഹി ഗ്രാബ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി വിത്ത് ബോത്ത് ദ ഹാൻഡ്സ്. പിന്നെ നമ്മുടെ പയ്യൻ പുള്ളി നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷേ അതേ സമയത്ത് അഭിഷേക് ശർമ്മയായിരുന്നു പുറത്ത് പോകേണ്ടിയിരുന്ന ഒരാൾ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. റിങ്കു ടീമിൽ തന്നെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരാളുമായിരുന്നു എൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പം എന്നിരുന്നാലും വേൾഡ് കപ്പ് ഒക്കെ അവസാനിച്ചു. പക്ഷേ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയതും, ഇപ്പം റിങ്കു സിംഗ് എയർപോർട്ടിൽ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോഴും പുള്ളിക്ക് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹീറോയിക് വെൽക്കം ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാനിവിടെ പറഞ്ഞതാണ്. നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.